ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐ സ്റ്റിൽ ബിലീവ് കൃഷ്ണയ്ക്ക് എന്തോ അജ്ഞാതമായിട്ടുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ സർപ്പം പിന്തിരിഞ്ഞു പോയത്. ഓ ഒന്ന് നിർത്തുന്നുണ്ടോ മമ്മി? ഇന്നലെ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ അവളെ കുറിച്ചുള്ള ഈ പുകഴ്ത്തലുകള്. എന്താ മമ്മി അവളെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഇനിയിപ്പൊ അജ്ഞാതമായ കഴിവുള്ളവളെ ആദരിക്കണമെന്ന് മമ്മി പറഞ്ഞാലും എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ മോളിത്? കണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത്. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് മാറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നിട്ട് മമ്മി ഇതിനെങ്ങോട്ട് പോന്നേ? മമ്മിക്ക് അവിടെ നവീന്റെ വീട്ടിൽ തന്നെ നിക്കാറുന്നില്ലേ? ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയതിന് പറഞ്ഞു നിൽക്കാനായിട്ടൊരു ന്യായമുണ്ട്. അമ്മയെ പിരിഞ്ഞതുകൊണ്ട് മകള് വിഷമിക്കുന്നു, അതുകൊണ്ട് കൂടിയിരിക്കാനായിട്ട് വന്നന്നൊക്കെ പറയാം. ഇന്ന് ഞാൻ അവിടെ എന്ത് പറഞ്ഞാ നിക്കണ്ടേ? അങ്ങനെ ചെന്ന് നിന്നാലേ ഗാഥാ മാഡത്തിന് എന്തോ കുറവുണ്ടെന്നല്ലേ ആ വീട്ടുകാർ വിചാരിക്ക. എന്ന് പറഞ്ഞാല് അവളുടെ തോന്നിയസങ്ങൾക്ക് വിട്ടിട്ട് മമ്മി ഇങ്ങോട്ട് പോന്നു അല്ലേ? എന്നിട്ടിപ്പോ നവീൻ എവിടെയുണ്ട്? എന്താ മമ്മി? മമ്മി എന്തെങ്കിലും എന്റെ അടുത്ത് നിന്ന് മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നവീൻ അവിടെ ഇല്ല, പുറത്തുപോയി. ഇത് കള്ളാണ് മമ്മി. എന്റെ വേഷം കെട്ടി കൃഷ്ണയാണ് അവിടെ നിൽക്കുന്നതെങ്കിലും നവീൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല. വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഗാഥയെ തനിച്ചാക്കി നവീൻ ഒരിടത്തും പോവില്ല. അത് മോളെ, കൃഷ്ണയുടെ മനസ്സൊന്ന് നേരെയാവാൻ വേണ്ടിട്ട് നവീൻ അവളെയും കൂടി പുറത്ത്. നവീൻ അവളെയും കൂട്ടി പുറത്തു പോയോ? അയ്യോ, എത്ര നിസ്സാരമായിട്ട് മമ്മി ഇതൊക്കെ എന്നോട് വിശദീകരിക്കുന്നേ. മമ്മി, ഞാൻ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ആവർത്തിക്കാം. മമ്മിക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കൃഷ്ണയെ അവിടെ സ്ഥിരമായി നിർത്താൻ മമ്മി തീരുമാനിച്ചിട്ടുണ്ടോ? അവളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി എന്റെ അടുത്ത് പറയുന്നത് പോലും അതിനല്ലേ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സാഹചര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. എന്ത് സാഹചര്യം? നവീനും കൃഷ്ണയും ചുറ്റടിക്കാൻ മാത്രമുള്ള എന്ത് സാഹചര്യം ഉള്ളെന്ന് എനിക്ക് അറിയണ്ടേ? അതെല്ലാം കണ്ട് ആശീർവദിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് എന്നെ അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുന്നോ? അവൾ അങ്ങനെ നവീനുമായിട്ട് കറങ്ങണ്ട. അവളെ ഞാൻ ചെന്ന് കാണും. എന്താ അവളുടെ ഉദ്ദേശം ഞാൻ ചോദിച്ചോളാം. ഗാഥ അബദ്ധം കാണിക്കരുത്. മമ്മി ഈ കാര്യത്തിൽ എന്നെ ഇനി ഉപദേശിക്കാൻ നിൽക്കരുത്. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ എന്നെ തടയരുത്. ഗാഥ, സിനി, അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കും. ഒന്ന് അവളുടെ കൂടെ ചെല്ല്. ഒരു കാരണവശാലും അവൾ നവീനെ കാണരുത്. ഞാൻ എന്ത് ചെയ്യാനാ മാം? കൂടെ പോയാലും ഞാൻ പറയുന്നതൊന്നും ഗാഥാ മാഡം അനുസരിക്കില്ല. അതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ചെല്ല്, അവളുടെ കൂടെ ചെല്ലാനാ പറഞ്ഞത്. എന്താ നന്ദ? കൃഷ്ണമോളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നില്ലേ? അയാൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. പറയൂ.